മിക്കവാറും രാഷ്ട്രീയക്കാരും ത്യാഗികളാണെങ്കിലും ഈ ത്യാഗത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. മനുഷ്യർ ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീലക്കൊടി പിടിച്ച് KSUവിൽ ചേരുന്നത് തന്നെ. KSUവിൽ കുറേ ത്യാഗം ചെയ്തതിന് ശേഷം പിന്നെ ത്രിവർണ്ണ പതാക പിടിച്ച് യൂത്ത് കോൺഗ്രസ്സിൽ ചേരും. അങ്ങനെ യൂത്തിൽ നടന്ന് കുറേ കാലം ത്യാഗം ചെയ്തതിന് ശേഷം ഒന്നുകിൽ INTUC വഴിക്ക് തൊഴിലാളി രംഗത്ത് പ്രവേശിക്കും, അതല്ലെങ്കിൽ നേരെ മൂത്ത കോൺഗ്രസ്സിൽ പ്രവേശിക്കും. മൂത്ത കോൺഗ്രസ്സിലാണെങ്കിൽ ത്യാഗത്തിന് അപാരമായ സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ചില ആളുകൾ എങ്ങനെയാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, പിന്നെ നിയമസഭയ്ക്ക് മത്സരിക്കും, പിന്നെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ മോഹിക്കും, പാർലമെൻറ്റിലേക്ക് സീറ്റ് കിട്ടി അവിടെ മത്സരിക്കും, പാർലമെൻറ്റിലിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കും, നിയമസഭാംഗമായിരിക്കുമ്പോൾ മുനിസിപ്പൽ ചെയർമാനായാൽ നന്നായിരുന്നു എന്ന് തോന്നും. ഇങ്ങനെ പഴവും ഞാൻ തിന്നാം തൊലിയും ഞാൻ തിന്നാം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം. നമ്മുടെ കേരള നാട്ടിൽ നോക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് ത്യാഗികളെ കാണാൻ കഴിയും. ഇപ്പോൾ കേരള നിയമസഭയിൽ അംഗങ്ങളായിരിക്കുമ്പോഴാണ് പ്രൊഫസർ KB തോമസും അതുപോലെ KC വേണുഗോപാലും K സുധാകരനും പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് പോയത്. അന്ന് പാർലമെൻറ്റിലാണ് എന്തെങ്കിലും 10 തൂട്ട് കിട്ടാൻ വകുപ്പുണ്ടായിരുന്നത്, കാരണം കേരളത്തിൽ LDFൻ്റെ ഭരണമായിരുന്നു. അപ്പോൾ ഇവർ പാർലമെൻറ്റിൽ പോയി തോമസ് മാഷ് കേന്ദ്രമന്ത്രിയായി, സഹമന്ത്രിയായി അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയും കിട്ടി. പിന്നീട് പുള്ളി കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനായി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, വേറെ കഥ. KC വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി, K സുധാകരൻ MP എന്നുള്ള നിലയ്ക്ക് KPCC പ്രസിഡൻ്റായി. ഇവരൊക്കെ ഇത്ര അധികം ത്യാഗം ചെയ്തതിന് ശേഷം ഇപ്പോൾ അതെ സുധാകരനെ നിയമസഭയ്ക്ക് മത്സരിക്കണം എന്നല്ല, പുള്ളി മത്സരിക്കാൻ സീറ്റ് വരെ തീരുമാനിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, ഓർമ്മക്കുറവുണ്ട്, അനാരോഗ്യത്തിൻ്റെ അനവധി പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളുകൊണ്ടാണ് പുള്ളിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഒഴിവാക്കിയത് അതുകൊണ്ടാണെന്നാണ് പാർട്ടി പറയുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ഇനി നിയമസഭയ്ക്ക് മത്സരിക്കണം. ഇത്തവണ UDFന് ഭൂരിപക്ഷം കിട്ടും എന്ന് ഉറപ്പായതുകൊണ്ട് മന്ത്രിയുമാകണം. മന്ത്രിയാകാൻ വേണ്ടി അല്ലാതെ വെറുതെ നിയമസഭയുടെ പിൻബെഞ്ചിൽ ഒരു കടലയും കുറിച്ചിരിക്കാനായിട്ട് സുധാകരൻ്റെ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് വെറുതെ മന്ത്രിയായാലും മതിയാവുമോ? KPCC പ്രസിഡൻ്റായിരുന്ന ആളായതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നെ ക്ലെയിം വയ്ക്കാവുന്നതാണ്, യാതൊരു തകരാറുമില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് KC വേണുഗോപാൽ ത്യാഗിയായതുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിൽ തുടരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യമെന്ന്. അതും ശരിയല്ല കേട്ടോ. KC വേണുഗോപാലും മത്സരിക്കാൻ സന്നദ്ധനാണ്. പുള്ളിക്ക് പക്ഷേ നിയമസഭയ്ക്ക് ഇപ്പോൾ മത്സരിക്കണം നിർബന്ധമില്ല. പാർട്ടിക്ക് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും MLA രാജിവെപ്പിച്ചിട്ട് മത്സരിച്ച് ജയിക്കുകയും അതിനു മുമ്പായിട്ട് തന്നെ മുഖ്യമന്ത്രിയാകുകയും ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ. അതാണ് KCയുടെ അവസ്ഥ. എന്ന് വെച്ച് ബാക്കിയുള്ള ത്യാഗികളുടെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. പുള്ളി 1991 മുതൽക്കോ മറ്റോ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കൊടിക്കുന്നിൽജി ഇല്ലെങ്കിൽ പാർലമെൻറ്റില്ല. പിന്നെ ഈ കൂറ കപ്പലിൽ പോയ പോലെയാണ് പുള്ളി പാർലമെൻറ്റിൽ ഇരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ തവണയും ജയിച്ചു വിടുന്ന അവിടെ പോകും. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ഡെസ്കിലിട്ട് അടിക്കും, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും, ഇടയ്ക്ക് സ്പീക്കറുടെ സസ്പെൻഷൻ മേടിക്കും. ഇത്രേ ഉള്ളൂ പുള്ളിയുടെ പാർലമെൻ്ററി പ്രവർത്തനം. പിന്നെ ഒരു ത്യാഗി. അപ്പോൾ സുരേഷിന് പാർലമെൻറ്റിൽ ഇരുന്നിരുന്ന് ബോറടിച്ചു. അദ്ദേഹത്തിനും നിയമസഭയ്ക്ക് മത്സരിക്കണം, ജയിച്ചാൽ മന്ത്രിയാവണം, ഇത്രേ ആഗ്രഹമുള്ളൂ. മറ്റൊരു ത്യാഗി നമ്മുടെ ഷാഫി പറമ്പിലാണ്. ഈ ഷാഫിക്കും പാർലമെൻ്റ് അംഗമായി ആ പൂതി മാറി. ഒന്നിച്ചില്ലാനും കൊല്ലം പാർലമെൻറ്റിൽ ഇരുന്നല്ലോ. ഇപ്പോൾ പാർലമെൻറ്റ് പരിചയമായി, ഡൽഹിയിലെ അത്യാവശ്യം ഊടുവഴികളും പരിചയമായി. ഇനി പാർലമെൻറ്റിൽ നിന്നൊന്നും കിട്ടാനില്ല. വെറുതെ അവിടെ ഇരുന്നിട്ടൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിയുടെ ഭരണമാണ്. സമീപകാലത്തൊന്നും BJP പോകുമെന്നോ കോൺഗ്രസ് വരുമെന്നോ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇനി കോൺഗ്രസ് വന്നാൽ തന്നെ എന്താ വിശേഷമുള്ളത്? ഇവിടെ നിന്ന് ഇത്ര ഗടാഗടിയന്മാരുള്ളപ്പോൾ ഷാഫി പറമ്പിലിന് ആരെങ്കിലും മന്ത്രിയാകുമോ? ഒന്നും പറ്റുകയില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ തണുപ്പും കൊടും ചൂടൊക്കെ സഹിച്ച് ഡൽഹിയിൽ കഴിയേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ ബന്ധപ്പെടുന്നത്? കേരളത്തിൽ UDFൻ്റെ സർക്കാർ വരികയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു മുസ്ലിമിനെങ്കിലും മന്ത്രിയാക്കും. ആ മന്ത്രിസ്ഥാനത്തേക്ക് സർവ്വതാ യോഗ്യനായിട്ട് ആരുള്ളത്? ഷാഫി പറമ്പിലല്ലാതെ. അപ്പോൾ അദ്ദേഹവും MP സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമസഭയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണ്. നിയമസഭയ്ക്ക് ജയിക്കുകയാണെങ്കിൽ നിയമസഭാംഗവും മന്ത്രിയാവും. തോറ്റു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് വീണ്ടും പാർലമെൻറ്റ് അംഗമായി തുടരാം. ഇത് തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ സ്ഥിതി. പുള്ളി നേരത്തെ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ 2 മന്ത്രിസഭയിലും അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. 5 7 കൊല്ലം അദ്ദേഹം നമ്മളെയൊക്കെ
ഭരിച്ചതാണ്, ഇനിയും ഭരിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്തു ചെയ്യാം, ഇപ്പോൾ പാർലമെൻറ്റ് അംഗമാണ്, ആറ്റിങ്ങൽ നിന്നുള്ള MP ആണ്, മത്സരിക്കാൻ തയ്യാറാണ്. കോന്നി മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അല്ലാതെ ആര് മത്സരിച്ചാലും ജയിക്കില്ലെന്നാണ് പ്രകാശ് പറയുന്നത്. ഇനി ആരെങ്കിലും ജയിക്കാമെന്ന് വിചാരിച്ചാൽ പുള്ളി അവരെ ജയിക്കാൻ സമ്മതിക്കുകയില്ല, അവനെ കാലുവാരി പുള്ളിയെ തോപ്പിക്കും. അതുകൊണ്ട് കോന്നിയുടെ ഭാവി സുരക്ഷിതമാക്കൂ, അടൂർ പ്രകാശിനെ തിരിച്ചു വിളിക്കൂ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ജനങ്ങളെ സേവിക്കാനുള്ള ത്വര കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ ഈ മന്ത്രിയായിട്ട് എന്തെങ്കിലും കൈയിട്ട് വരാനോ, അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കാനോ, അല്ലെങ്കിൽ ഈ സോളാർ പോലെ എന്തെങ്കിലും വിവാദത്തിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ടല്ല. രാജ്യം നന്നായി കാണണം എന്ന താല്പര്യം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ പാർലമെൻറ്റ് അംഗമായിരുന്നിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒറ്റ ആളും, അത് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താൻ മന്ത്രിയാണെന്ന് വിചാരിച്ചിട്ടല്ല, ഉണ്ണിത്താൻ കേരള നിയമസഭയിലേക്ക് ഏത് സീറ്റിൽ മത്സരിച്ചാലും ജയിക്കുകയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാടായ കൊല്ലത്ത് എവിടെ നിന്നാലും പുള്ളി ക്ലച്ച് പിടിക്കുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് പാർലമെൻറ്റിനെ തന്നെ സേവിക്കാനാണ് ഉണ്ണിത്താൻജി ആഗ്രഹിക്കുന്നത്. ഏതായാലും MP-മാർക്ക് ആർക്ക് സീറ്റ് കൊടുക്കുകയില്ല എന്നാണ് സതീശൻ പറയുന്നത്. കാരണം MP-മാർക്ക് കൂടി സീറ്റ് കൊടുത്താൽ ഇപ്പോഴുള്ള 140 മണ്ഡലം എന്നുള്ളത് 200 അല്ലെങ്കിൽ 360 മണ്ഡലമായിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അതും കൂടാതെ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ പാർലമെൻറ്റ് അംഗങ്ങൾ വരെയുള്ളവർ മത്സരിക്കാൻ തുടങ്ങിയാൽ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കും BD സതീശനും മത്സരിക്കാൻ വേറെ സീറ്റ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഏതായാലും എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളായി തീരട്ടെ, എല്ലാ നിയമസഭാംഗങ്ങളും മന്ത്രിമാരായി തീരട്ടെ, എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരായി തീരട്ടെ. അങ്ങനെ UDF സർക്കാർ കേരളീയരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.